കോഴിക്കോട് വടകര MDMA കേസിൽ പ്രതിയായ പേരാമ്പ്ര BRCയിലെ അധ്യാപികയായിരുന്ന കീർത്തനയ്ക്ക് മയക്കുമരുന്ന് ഇടപാടിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ്. കീർത്തനയുടെ വാട്സപ്പ് ചാറ്റുകളിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണം എത്തിയതായും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്നലെ മാധ്യമങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. പറയാനുണ്ട്, തനിക്കിതിലൊരു പങ്കുമില്ല, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുകൂടി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രതികരണമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സംശയമൊന്നുമില്ല. ഈ ലഹരി കണ്ണികളിൽ ഒരാളാണ് കീർത്തന. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കീർത്തനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രതികളിൽ ഒരാളെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഫസ്വാൻ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കീർത്തനെ അറസ്റ്റ് ചെയ്യുന്നത്. ഫസ്വാന്റെ അക്കൗണ്ടിൽ നിന്നും 5000 രൂപ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു. ഇത് MDMAക്കുള്ള പണമാണ് എന്നാണ് ഫസ്വാൻ പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കീർത്തനയിലേക്ക് പോവുകയും പിന്നീട് കീർത്തനയിൽ നിന്നും കാവ്യയിലേക്കും നിഷ്മയിലേക്കും ജിജിൽ കുര്യാക്കോസിലോട്ടുമൊക്കെ അന്വേഷണം നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്നലെ കീർത്തനയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് തന്റെ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയൊന്നും അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ്. 2 തവണയായി 5000 രൂപയുടെ 2 ഇടപാടുകൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് ഈ കാവ്യ, അതായത് ഈ കീർത്തനയുടെ സുഹൃത്തും BRCയിലെ പരിശീലകയുമാണ് കാവ്യയോട് പണം കടം ചോദിച്ചിരുന്നു. അങ്ങനെ പണം കടം ചോദിച്ചപ്പോൾ അത് കാവ്യയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ ശേഷം ആ വഴിക്ക് പണം ഇടുകയായിരുന്നു എന്ന് ആണ്. അല്ലാതെ ഈ ആളുകളുമായി തനിക്ക് നേരിട്ട് ബന്ധം ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ലക്ഷങ്ങളുടെ ഇടപാടെന്നൊക്കെ പറയുമ്പോൾ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് 1,20,000 രൂപ വടകരയിലെ ഒരു സഹകരണ ബാങ്കിൽ നിന്നും ചിട്ടി പിടിച്ച പണമായിരുന്നു. ആ ചിട്ടി പിടിച്ച പണത്തിന് മുഴുവൻ രേഖകളുമുണ്ട്. അത് ബാങ്കിൽ നിന്ന് തന്നെയാണ് അക്കൗണ്ടിലേക്ക് വന്നതെന്നും പറയുന്നു. മറ്റ് ചില ബന്ധുക്കളും മറ്റുമൊക്കെ അടുത്ത പരിചയമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ചില ആളുകളൊക്കെ പണമിട്ടിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് പുറത്തുനിന്ന് ഒരു പണവും തന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ഇന്നലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ കീർത്തനയും നേരിട്ട് പറഞ്ഞത് അതാണ്. തന്റെ 2 അക്കൗണ്ടുകളിലെയും ബാലൻസ് മൈനസാണ്. തനിക്ക് ലോൺ അടയ്ക്കാൻ പോലും തന്റെ പക്കൽ പണമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് താനൊരു അധ്യാപികയാണ്, ആൺകുട്ടിയുടെ അമ്മയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ താൻ MDMA ഇടപാടിന് നിന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് ഈ വാദങ്ങൾ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന തരത്തിലാണ് കസ്റ്റഡി റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിൽ വ്യക്തമായി പറയുന്നു, ഇവരുടെ വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഈ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കൃത്യമായ വാട്സാപ്പിന്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ലഭിച്ചിരുന്നു. ഒപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കടക്കം ഇവർ ഈ മയക്കുമരുന്ന് നൽകിയോ എന്നതിന്റെ പരിശോധന. തീർച്ചയായും അതാണ് അനീഷ്, നമ്മൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും വീഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ കീർത്തന തന്നെ പറയുന്നത് പോലെ അവരൊരു സ്ത്രീയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്, അധ്യാപികയാണ്. ഇതൊക്കെ പോലീസിനും വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ്. കഴിയുന്നത്ര പോലീസ് ഇത്തരം പരിഗണനകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ റീചെക്ക് ചെയ്തതിന് ശേഷമേ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ചിലപ്പോഴെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കാറുണ്ടാകാം. ഇതിപ്പോൾ ഒരു ലഹരി കേസാണ്. അവിടെ 3 അധ്യാപകർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വനിതാ അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത് എന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കീർത്തന പറയുന്നത് പോലെയാണ് സാഹചര്യം എന്നൊക്കെ പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. പോലീസ് അങ്ങനെ ഒരു കള്ളക്കേസോ അല്ലെങ്കിൽ തിടുക്കപ്പെട്ടുള്ള നടപടിയോ ഒന്നുമായി നമുക്കിതിനെ വിലയിരുത്താൻ പറ്റുന്നില്ലല്ലോ അനീഷ്. ഒരിക്കലുമില്ല അഭിലാഷ്. കാരണം ഈ അധ്യാപികമാർക്ക് ഈ മയക്കുമരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും തന്നെ നേരത്തെ മനസ്സിലായത്. കാരണം കാവ്യയും കീർത്തനയും നീഷ്മയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഒപ്പം ഇവരുടെ അക്കൗണ്ടിൽ നിന്നും കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം പോയിരിക്കുന്നു. ഈ ജിജിലിൽ നിന്നും പിന്നീട് വയനാട് സ്വദേശിയായ ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കേവലം 6 മാസത്തിനുള്ളിൽ മാത്രം 1 കോടി രൂപയാണ് ഒഴുകിയെത്തിയത്. സാധാരണഗതിയിൽ ഒരു ഡെലിവറി ബോയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് 6 മാസത്തിനുള്ളിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഈ 1 കോടി രൂപ എത്തുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം ഈ പയ്യോളിയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. ആ യുവാവിന്റെ കേസുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. കാരണം ആ യുവാവിന്റെ അക്കൗണ്ടിൽ നിന്നും പണം അയച്ചത് ഈ ജിജിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മെയ് 20-നാണ് ഈ ഇടപാട് നടന്നത്. അന്ന്
തുറശ്ശേരി കടവിലെ തെക്കേ നെല്ലിക്കുന്ന് സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ എന്നയാളെ 13.56 ഗ്രാം MDMAയുമായാണ് പോലീസ് പിടികൂടിയത്. ഇയാളെക്കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കട്ടിലിനടിയിലെ പേഴ്സിൽ സൂക്ഷിച്ച നിലയിൽ ഈ MDMA കണ്ടെത്തുകയും ചെയ്തത്. ഈ കേസിൽ ഈ മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ഇർഫാന്റെ അക്കൗണ്ടിൽ നിന്നും ഈ കേസിൽ, അതായത് നമ്മുടെ വടകരയിലെ ഈ അധ്യാപികമാർ പ്രതികളായ കേസിലെ ഇടനിലക്കാരനായ കൊറിയർ ബോയ് ആയ അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആയ ജിജിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഈ ജിജിൻ ഈ അധ്യാപികമാർ വഴി മാത്രമല്ല മറ്റു പലതരത്തിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇത്തരത്തിൽ പല കേസുകളിൽ പിടിയിലാവുന്നവരുടെ ചരിത്രം, അവരുടെ അക്കൗണ്ടുകൾ എന്നിവയൊക്കെ പോലീസ് പ്രത്യേകം പരിശോധിച്ചു വരികയാണ്. എന്തായാലും പയ്യോടിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഈ ജിജിൻ കുര്യാക്കോസിനെ പ്രതിയാക്കും. അയാളെ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതൊക്കെ ചെയ്യും. ഒപ്പം ഈ ജിജിനും ഈ ഷിൻഡോ എന്ന വയനാട് സ്വദേശിയും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മംഗലാപുരത്തെ ഒരു കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. ഒരു ക്ലാസ്സിൽ പഠിച്ചവരല്ലെങ്കിൽ പോലും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ ഒറ്റക്കെട്ടായാണ് ആ കോളേജിലടക്കം നടക്കുകയും ചെയ്ത് ഈ MDMA ഇടപാടുകൾ അക്കാലത്ത് തന്നെ തുടങ്ങിയതുകൊണ്ട് ജിജിന് പിന്നീട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെയും കൃത്യമായ ഒരു ചെങ്ങലയുടെ ഭാഗങ്ങളായി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും അത്തരം ഒരു നെറ്റ്വർക്കിലേക്കാണ് ഈ അധ്യാപികമാർ കൂടി എത്തപ്പെട്ടത്. അതാണ് ഈ നെറ്റ്വർക്കിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ആ ശൃംഖലയുടെ കണ്ണുകളെല്ലാം പൊട്ടിക്കേണ്ടതുണ്ട്. അനീഷ്, ഒരു കാര്യം കൂടി, ഇവർ അധ്യാപകരാണ് എന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുട്ടികളുമായി ഇടപെടാനൊക്കെയുള്ള അവസരം ഉണ്ട്. അതിൽ തന്നെ പ്രത്യേക പരിശീലനം നൽകുന്ന അധ്യാപിക വേറെയുണ്ട്. അപ്പോൾ പോലും ഈ കുട്ടികൾ ഇരകളാക്കപ്പെടുകയോ കണ്ണികളാകുകയോ ചെയ്തിട്ടുണ്ടോ? അതിലെന്തെങ്കിലും സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? പോലീസ് വടകര NDPS കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഈ കുട്ടികളെ ഇരയാക്കിയോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ കുട്ടികൾക്ക് നൽകിയതായി ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നോ രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നോ ഇങ്ങനൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു അറിവ് എന്ന രീതിയിൽ പോലുമോ ഈ കുട്ടികൾക്ക് നൽകിയതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസിനും നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ കീർത്തനെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ സമയം വൈകുന്നേരം 5 മണിയോടുകൂടി കഴിയും. അതോടുകൂടി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നേക്കും. ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപാടുകളെക്കുറിച്ചുള്ള പരിശോധനകൾ നടന്നേക്കും. ഒപ്പം ഇവരുടെ ഫോണിലെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ കീർത്തനെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കാവ്യയും നീഷ്മയും അവരുടെ ഫോണിലെ വിശദാംശങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനാവാത്ത വിധത്തിലാക്കിയെന്നൊക്കെയാണ് അന്വേഷണം പറയുന്നത്. പക്ഷേ അത് ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കും. അങ്ങനെ ഈ 3 പേരുടെയും ഫോൺ വിശദാംശങ്ങളും 3 പേരെ ആദ്യം ഒറ്റയ്ക്കും പിന്നീട് കൂട്ടമായും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോഴാവും ഇവരുടെ മൊഴികളിലെ പൊരുത്തക്കേട്, ഇവർ പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യം എന്നിവയൊക്കെ കണ്ടെത്താൻ കഴിയുക. അതിനുശേഷമാവും ഒരുപക്ഷെ ഈ കുട്ടികൾക്കും മറ്റും കൊടുത്തോ അല്ലെങ്കിൽ കുട്ടികളെ ഇടനിലക്കാരനാക്കാൻ ശ്രമിച്ചോ എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അഭിലാഷ്. യെസ്, ഇപ്പോഴിതാ 3 അധ്യാപകർ ആണ് ഈ MDMA കേസുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ കീർത്തനയ്ക്ക് കൃത്യമായ പങ്കുണ്ട് ഈ ലഹരി ഇടപാടുകളിൽ എന്ന് തന്നെയാണ് വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അടക്കം അതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.